ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നും പതിവ് പോലെ തന്നെ രാവിലത്തെ ഒരു ബഹളമൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളെയൊക്കെ ഓൺലൈൻ ക്ലാസ്സിലിരുത്തിയതിന് ശേഷം ഉച്ചക്കലത്തെ പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പയർ കറിയുമായിരുന്നു കേട്ടോ. അപ്പോൾ പയർ കറിയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ അത് എളുപ്പമായിരിക്കുമല്ലോ. നമ്മൾ പയർ ഉലർത്തിയതാണ് എപ്പോഴും ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടം. പക്ഷേ പുട്ടിൻ്റെ കൂടെ എപ്പോഴും ഒരു കറി രൂപത്തിലാണ് വെക്കുന്നത്. അതാകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് നല്ല സുഖമായിട്ട് കഴിക്കാൻ പറ്റുമല്ലോ. ഇവിടെ നല്ല തണുപ്പാണ്. തണുത്ത കാറ്റ് എപ്പോഴും ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കും. സുഖമാണ് വീടിനകത്തിരിക്കുവാണെങ്കിൽ. അപ്പോൾ രാവിലെ എന്നത്തെയും പോലെ തന്നെ ഞാൻ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ടുണ്ട്. അതവിടെ കിടന്ന് അടിച്ചോളും. അപ്പോൾ ഉച്ചയ്ക്ക് ഇന്നൊരു ബീട്രൂട്ട് തോരൻ വെക്കാമെന്ന് വിചാരിക്കുന്നു. സാധാരണ ഞാൻ ബീട്രൂട്ട് ഇങ്ങനെ ഉലർത്തിയെടുക്കുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ തോരനായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ ആവശ്യമാണ്. ഇപ്പം നാട്ടിൽ പോയി വന്നപ്പോഴാണ് ഞാൻ ഈ തേങ്ങ ചിരണ്ടുന്ന ആ ഒരു സ്ക്രേപ്പർ വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് പോയി വന്നപ്പം ഒരു ചീനച്ചട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു കാസ്റ്റ് അയണിൻ്റെ ചീനച്ചട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആ ചീനച്ചട്ടി എങ്ങനെയാണ് എളുപ്പത്തിൽ, നമ്മളിപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് അത് മയക്കിയെടുക്കുന്നതെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. എല്ലാവർക്കും അറിയായിരിക്കും, എങ്കിലും ഞാനതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാനത് ചെയ്തപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് സഹായത്തിനായിട്ട് ഒരു അമ്മയും വന്നിട്ടുണ്ട്. അപ്പം അമ്മയാണ് ഇന്നത്തെ പാചകമൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് സഹായം എടുക്കുന്നുണ്ട്, ഒരു തെറ്റുമില്ല കേട്ടോ. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ജോലിയും അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യവും വീട്ടിലെ കാര്യവും എല്ലാം കൂടെ നോക്കുമ്പോഴേക്കും നമ്മളിങ്ങനെ പെട്ടെന്ന് ടയേർഡായി പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അതിപ്പോൾ വർക്കിംഗ് വിമൺ ആയാലും വീട്ടിലിരിക്കുന്ന അമ്മമാരായാലും ഇടയ്ക്കൊക്കെ നമ്മുടെ വീട്ടിലെ സഹായത്തിനും അതുപോലെ തന്നെ ഇപ്പം നാട്ടിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ പുറം പണിയൊക്കെ ചെയ്യാനായിട്ട് ആരെങ്കിലും ഇടയ്ക്കൊന്ന് വിളിച്ച് ചെയ്യിപ്പിക്കാം. അതുപോലെ തന്നെ വീടൊക്കെ ഒന്ന് വൺസിൻ്റെ മന്തോ ഒക്കെയെങ്കിലും ഒന്ന് അടിച്ചു വാരാനും അതുപോലെ തന്നെ ഇടയ്ക്കെങ്കിലുമൊക്കെ നമ്മുടെ കുക്കിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരാനായിട്ട് ആരെങ്കിലും വിളിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല കേട്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് വർക്ക്, ഇങ്ങനെ ഒരു റെസ്റ്റ് ഇല്ലാതെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ടയേർഡാവും. അപ്പോൾ നമ്മുടെ മക്കളൊക്കെ വന്ന് ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കറക്റ്റായിട്ടൊരു മറുപടി കൊടുക്കാനോ അല്ലെങ്കിൽ അവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനോ ഒന്നും പറ്റില്ല കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊന്ന് ഒരു ഹെൽപ്പ് എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പം നമുക്ക് അവരുടെ കാര്യങ്ങളിൽ കുറച്ചും കൂടി ഒരു ശ്രദ്ധ കൊടുക്കാനായിട്ട് പറ്റുന്നത് പോലെ എനിക്ക് തോന്നി. സ്ഥിരമായിട്ട് അല്ലെങ്കിൽ കൂടി പാർട്ട് ടൈം പോലെ വല്ലപ്പോഴൊക്കെ ഒരു ഹെൽപ്പ് എടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക് ടൈമായി. അപ്പോൾ ഒരു മിഡ് സ്നാക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവർക്ക് വളരെ ചെറിയ സമയമുള്ളൂ ബ്രേക്ക് ടൈമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഫുഡേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഫ്രൂട്ട്സ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ആ കാസ്റ്റ് അയണിൻ്റെ ചീനച്ചട്ടി മയക്കെടുത്തതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ബക്കറ്റിൽ കഞ്ഞിവെള്ളം എടുത്തിട്ട് അതിൽ 4 ദിവസം നമ്മുടെ കാസ്റ്റ് അയണിൻ്റെ ചീനച്ചട്ടി മുക്കി വെച്ചു. അപ്പം ഇതുപോലത്തെ ഒരു ബക്കറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ കേട്ടോ അത് നന്നായിട്ട് ഇങ്ങനെ മുങ്ങിക്കിടക്കുള്ളൂ. കഞ്ഞിവെള്ളത്തിലിടുന്നതിന് മുന്നേ ഇതിൻ്റെ അകവും പുറവും നന്നായിട്ട് തേച്ച് കഴുകിയതിന് ശേഷം വേണം കേട്ടോ കഞ്ഞിവെള്ളത്തിലിടാൻ. അതിന് ശേഷം കഞ്ഞിവെള്ളത്തിൽ നിന്ന് എടുക്കുക. 4 ദിവസത്തിന് ശേഷം കഞ്ഞിവെള്ളത്തിൽ നിന്ന് എടുക്കുക. എന്നിട്ട് നന്നായിട്ട് തേച്ച് കഴുകുക. അകവും പുറവും നന്നായിട്ട് തേച്ച് കഴുകുക. അതിന് ശേഷം ഇതിൽ നിറയെ ഇതുപോലെ വെള്ളം എടുക്കുക. എന്നിട്ടൊരു വലിയ കഷ്ണം പുളി അതിലേക്ക് ഇടുക. ഈ ഒരു സ്റ്റെപ്പ് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നേരെ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരണം. തിളച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് അതുപോലെ തന്നെ കിടന്ന് തിളപ്പിക്കണം കേട്ടോ. ഇത് ഞാനിപ്പോൾ അതുപോലെ വാങ്ങിച്ചൊരു അപ്പച്ചട്ടിയായിരുന്നു കേട്ടോ. ഇത് ലുലുന്ന് ഞാൻ വാങ്ങിച്ചതാണ്. ഇത് പ്രീ സീസൺഡ് ആയിരുന്നില്ല. അപ്പോൾ ഇതിന് വളരെ വിലക്കുറവാണ്. അപ്പോൾ നമ്മൾ ഈ പ്രീ സീസൺഡ് ആയിട്ടുള്ള ചീനച്ചട്ടികളോ അല്ലെങ്കിൽ ഈ കാസ്റ്റ് അയണിൻ്റെ പാത്രങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ അത് നല്ല എക്സ്പെൻസീവാണ് കേട്ടോ. പക്ഷേ നമുക്കിത് ഇതുപോലെ വാങ്ങിച്ച് സീസൺ ചെയ്തെടുക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിപ്പോൾ 2 പ്രാവശ്യം ഇതുപോലെ ചെയ്തു കേട്ടോ. ആദ്യം തിളപ്പിച്ചു, അതിന് ശേഷം അത് ഓഫാക്കിയിട്ടു, തണുത്തതിന് ശേഷം വീണ്ടും തിളപ്പിച്ചെടുത്തു. എന്നിട്ട് ഈ പുളിവെള്ളം അങ്ങ് കളഞ്ഞിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം നന്നായിട്ട് അതിനെ ഒന്ന് കഴുകിയെടുക്കണം. നന്നായിട്ട് കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം നമുക്കിനി അടുപ്പിൽ വെച്ചിട്ട് ഇതിനി സീസൺ ചെയ്തെടുക്കാം. ഇനി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ചധികം എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഏതെണ്ണയായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അതിലേക്ക് ഒരു സവാള ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇനി ഈ സവാള നന്നായിട്ട് നല്ല ബ്രൗൺ കളറായി വരുന്നത് വരെ നമ്മൾ അതിനെ ഒന്ന് മൊരിയിച്ചെടുക്കണം. എല്ലാ ഭാഗത്തേക്കും ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ചീനച്ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ആകത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ.
എണ്ണ തനിയെ ഒഴിച്ചിട്ട് ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് തൂത്ത് കൊടുക്കുമ്പോഴേക്കും ഇത് നന്നായിട്ട് ചൂടാവും. ഈ കാസ്റ്റ് അയണിൻ്റെ എന്ത് സാധനമാണെങ്കിലും നന്നായിട്ട് ചൂടാവും. അപ്പോൾ നമ്മുടെ കൈയൊക്കെ പൊള്ളും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സവാള ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ സവാള ഇതുപോലെ നന്നായിട്ട് ബ്രൗൺ കളറിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റിയതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ ഒന്ന് തണുക്കാനായിട്ട് വെക്കുക കേട്ടോ. തണുത്തതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഈ എണ്ണ എല്ലാ ഭാഗത്തേക്കും അങ്ങ് ആക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചട്ടി സീസൺഡായി. ഇത് എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ചെയ്യുന്തോറും ഇത് നല്ല സീസൺഡ് ആയിക്കൊണ്ടിരിക്കും. ഇനി ഓപ്ഷണലായിട്ട് ചെയ്യാവുന്നൊരു രീതിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് OTGയിൽ വെച്ചിട്ട് ആക്കിയെടുക്കുകയാണ്. OTGയിലോ ഓവനിലോ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പാത്രത്തിൻ്റെ ഉള്ളിൽ നന്നായിട്ട് എണ്ണ തടവിയതിന് ശേഷം ഇതുപോലെ OTG ഉള്ളിലോ അല്ലെങ്കിൽ ഓവൻ്റെ ഉള്ളിലോ കമത്തി വയ്ക്കുക. 2 കോയിലും ഓണാക്കിയതിന് ശേഷം 1 മണിക്കൂർ നമ്മൾ ഇതിന് ഓണാക്കിയിടുക, OTG ഓണാക്കിയിടുക. 1 മണിക്കൂറിന് ശേഷം ഓഫാക്കുക. നന്നായിട്ട് തണുത്തതിന് ശേഷം വീണ്ടും ഈ ഒരു പ്രോസസ്സ് തുടരുക. അങ്ങനെ ഒരു 3 പ്രാവശ്യമെങ്കിലും ചെയ്ത് കഴിയുമ്പോഴും നല്ല അടിപൊളിയായിട്ട് സീസൺഡായി കിട്ടും കേട്ടോ. ഇപ്പോൾ OTGയിലോ ഓവനിലോ വെച്ച് ചെയ്യുന്നത് പെട്ടെന്ന് സീസൺഡ് ആവുന്ന പോലെ എനിക്ക് തോന്നി. അടുപ്പിൽ വെച്ച് ചെയ്യുന്നതിനേക്കാളും പെട്ടെന്ന് സീസൺഡ് ആവുന്ന പോലെ തോന്നി. എൻ്റെ അപ്പച്ചട്ടി കുറച്ച് സമയം എടുത്തായിരുന്നു, പക്ഷേ ഇത് പെട്ടെന്ന് സീസൺഡ് ആയ പോലെ തോന്നി കേട്ടോ. ഫുഡൊക്കെ നല്ല സുഖമായിട്ട് സൈഡിലൊന്നും ഒട്ടിപ്പിടിക്കാതെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.